ഫിസിക്സിലെ 5th ചാപ്റ്റർ വർക്ക് എനർജി പവറിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോക്കസ് സ്റ്റഡി എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൺസർവേറ്റീവ് ഫോഴ്സ് ഒരു ബോഡിയിൽ പോസിറ്റീവ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. അതുപോലെ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഒരു ബോഡിയിൽ നെഗറ്റീവ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആവും. നെക്സ്റ്റ്, work done by a body against friction always result in a loss of its kinetic energy or potential energy. ഒരു ബോഡിയിൽ ഫ്രിക്ഷന് എതിരെ നടന്നിട്ടുള്ള ഒരു വർക്ക് അതിൽ പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി ആണോ ലോസ് ആവുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി, ബിക്കോസ് കൈനറ്റിക് എനർജി ഹീറ്റിൻ്റെ രൂപത്തിലൊക്കെ ലോസ് ആവുന്നുണ്ട്. നെക്സ്റ്റ്, calculate the work done in lifting a body of mass 10 kg to a height of 10 meter above the ground. ഒരു 10 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡീനെ 10 മീറ്റർ ഹൈറ്റിലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനർജി എന്ന് പറയുന്നത് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് എന്നാണ്. സോ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ പറയുന്നത്, കാരണം ഇതിൽ പറയുന്നുണ്ട് ഹൈറ്റ് ഒരു ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഹൈറ്റിലാണ്, ഒരു ലെവലിലാണ്. സോ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ W ഈസ് ഈക്വൽ ടു mgh ആണ്. വർക്ക് കാണാൻ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. M ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം, H ഈസ് ഈക്വൽ ടു 10 മീറ്റർ ആൻഡ് G ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 × 10 × 10 1000. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് വർക്ക് ഈസ്, വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. നെക്സ്റ്റ്, 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. ഈസ് വർക്ക് എ സ്കെയിലാർ ഓർ വെക്റ്റർ? വർക്ക് ഇസ് എ സ്കെയിലാർ, ബിക്കോസ് വർക്ക് എന്ന് പറയുന്നത് ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് സ്കേലാർ പ്രോഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ പ്രോഡക്റ്റ് ആവും, ലൈക്ക് സ്കേലാർ ആവും നമുക്ക് കിട്ടുന്നത്. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആവും. ഓക്കെ, സ്കേലാർ പ്രോഡക്റ്റ്. നെക്സ്റ്റ്, ദ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വിൽ ഗിവ്. അതായത് ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് നമ്മൾ എടുത്തോ. ഇതിപ്പോൾ ഒരു ഗ്രാഫ്, ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ അടിയിലുള്ള, ഇങ്ങനെ ഒരു ഗ്രാഫിൻ്റെ അടിയിലുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഏരിയ കാണാൻ ഈ ഒരു ഫോഴ്സും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഇങ്ങനെ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ. So, area under force displacement graph will give work done. എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഓർ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ വർക്ക് ഡൺ ഡിപ്പെൻഡ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇറ്റ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്. അതായത് ഒരു വർക്ക്, ഒരു ചെയ്തിട്ടുള്ള ഒരു വർക്ക് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. എനർജി അസോസിയേറ്റഡ് വിത്ത് മോഷൻ ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുക. എനർജി അസോസിയേറ്റഡ് വിത്ത് പൊസിഷൻ ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്.
എനർജി അസോസിയേറ്റഡ് വിത്ത് വൗണ്ട് വാച്ച് ഈസ് പൊട്ടൻഷ്യൽ എനർജി. ബിക്കോസ് അതിലൊരു മെയിൻ സ്പ്രിങ്, ആ മെയിൻ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അവിടെ ആ ഒരു പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജി ആയതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എനർജി അസോസിയേറ്റഡ് വിത്ത് സ്പ്രിങ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. Force in the velocity is called power. Energy associated with water in dam is called potential energy. കാരണം വാട്ടർ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് വെള്ളം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പൊസിഷൻ കൊണ്ട് ഉള്ള ആ ഒരു എനർജിയാണ് ഡാമിന്. സോ വിച്ച് ഇസ് പൊട്ടൻഷ്യൽ എനർജി. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട് പറയാറുണ്ട്, ജൂൾ പെർ സെക്കൻഡ് പറയാറുണ്ട്, കിലോ വാട്ട് പറയാറുണ്ട്, HP ഹോഴ്സ് പവറും. ഡയമെൻഷൻ ഓഫ് പവർ ഈസ് m⁻1 L² T⁻⁻3. ഇതാണ് പവറിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്നുള്ളത്. ഹോഴ്സ് പവർ ഈസ് ദ യൂണിറ്റ് ഓഫ്, ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് ആണ്. വി ഓൾറെഡി സെഡ് ദാറ്റ്. ഇനി 1 HP, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഇത് ഹോഴ്സ് പവർ മെഷർ ചെയ്യുന്നൊരു എക്യുപ്മെൻ്റ് ആണ്. ഈസ് പവർ എ സ്കെയിലാർ ഓർ വെക്റ്റർ? പവർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആണോ അതോ ഒരു വെക്റ്റർ ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ സ്കെയിലാർ. വർക്ക് സ്കെയിലാർ ആണ്. സോ പവറും സ്കെയിലാർ ആണ്. ബിക്കോസ് വർക്ക് ബൈ ടൈം ആണ്. വർക്ക് സ്കെയിലാർ ആയതുകൊണ്ട് തന്നെ പവറും സ്കെയിലാർ ആണ്. കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജിയുടെ യൂണിറ്റ് ആണ്. അതേപോലെ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക്. സോ എനർജിയുടെ വർക്കിൻ്റെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ഇത് കിലോ വാട്ട് അവർ മീറ്റർ ആണ്. 1 കിലോ വാട്ട് ആണ്. കിലോ വാട്ട് എന്ന് പറയുന്നത്, കിലോ വാട്ട് പവറിൻ്റെ യൂണിറ്റ് ആണ്. കിലോ വാട്ട് അവർ ഇതെന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. മാറിപ്പോവരുത്. 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1000 വാട്ട് ആണ്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട് ആണ്. എന്നാൽ 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻6 ജൂൾ ആണ്. 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു, യൂണിറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ജൂൾ. ബിക്കോസ് എനർജി ആണ്, അപ്പം അതിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷനാണ് p² / 2m. K ഈസ് ഈക്വൽ ടു, അതെങ്ങനെയാണ് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ K ഈസ് ഈക്വൽ ടു ½ mv². K ഈസ് ഈക്വൽ ടു mv²/2. ഇവിടെ രണ്ടോടത്തും നമ്മൾ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എമൗണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാല്യൂ ചേഞ്ച് ആവത്തില്ല. എമൗണ്ട് നമ്മൾ m// എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ K ഈസ് ഈക്വൽ ടു m²v² / 2m എന്നാവും. P മൊമെൻറ്റം എന്ന് പറഞ്ഞത് mv ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം സ്ക്വയർ ഈസ് ഈക്വൽ ടു m²v² എന്നാവും. സോ K ഈസ് ഈക്വൽ ടു p² / 2m എന്ന് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ p² ഈസ് ഈക്വൽ ടു 2mk or P ഈസ് ഈക്വൽ ടു √2mk എന്നും. A car is moving with a constant speed on a straight road. The net work done by external force on the car.
അതായത് ഒരു കാറ് ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റന്റ് സ്പീഡിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ആക്സിലറേഷൻ 0 ആണ്. സോ ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ കാർസ്, ടോട്ടൽ വർക്ക്, പുറത്തുനിന്ന് കൊടുത്തിട്ടുള്ള ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയെന്നാണ് ചോദ്യം. വിച്ച് ഈസ് 0. കാരണം എന്തില്ല? ഈ ഒരു കാറിന് ഒരു ചേഞ്ചും ഇല്ല. അത് ഡിസ്പ്ലേസ് മോർ. ആ കോൺസ്റ്റന്റ് സ്പീഡിൽ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് വേറൊരു ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്യുമോ, അതിന് എന്തെങ്കിലും ചേഞ്ച് വേണം. ഇവിടെ ഒരു ചേഞ്ചും ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ അവിടെ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഈ മാൻ കെയർഫുള്ളി ബ്രിങ് ഡൗൺ എ ഗ്ലാസ് ഷീറ്റ് ഫ്രം എ ഹൈറ്റ് ഓഫ് 2 meter ടു ദ ഗ്രൗണ്ട്. ദ വർക്ക് ഡൺ ബൈ ഹിം ഈസ്, അതായത് ഒരു ഗ്ലാസ് ഷീറ്റിന് ഒരാള് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഷീറ്റിന് എന്തുണ്ടാവും? ഓൾറെഡി ഒരു ഫോഴ്സ് ഉണ്ടാവും. താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് ബ്രേക്ക് ആവാതിരിക്കാൻ, അയാളെ കയ്യിൽ നിന്ന് അത് പൊട്ടി വീഴാതിരിക്കാൻ, അത് ബാലൻസ് ചെയ്തുകൊണ്ട് അയാൾ അതിനൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ മേലോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അയാൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വർക്കാണ്. നെക്സ്റ്റ് 1 kilowatt എന്ന് പറയുന്നത് 36 × 10⁵ ജൂൾ. ഇതിന് നമുക്ക് പല രീതിയിലും എഴുതാം. The work done in sliding load is dash with respect to friction force. അതായത് ഇതൊരു സർഫസ് ആണ്. ഇവിടെ ഒരു സാധനം ഉണ്ട്, അതിനിങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള വർക്ക് ആണെന്നാണ് ചോദിച്ചത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എഗെയിൻസ്റ്റ് ആയിട്ടാവും ഉണ്ടാവുക. സോ ഇത് തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് വർക്ക് ആയിരിക്കും. What is a conservative force? If the work done depends on the initial and final position, it is said to be conservative. അതായത് നടന്നിട്ടുള്ള വർക്ക് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, magnetic force, gravitational force, and spring force. Next, work done by a man in lifting a bucket out of a well by means of a rope tied to the bucket is. അതായത് ഒരാള് ഒരു ബക്കറ്റിൽ വെള്ളം പുറത്തേക്ക് കോരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള വർക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എന്ത് തരം വർക്കാണെന്നാണ് ചോദിക്കുന്നത്. അയാൾ വലിക്കുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ? ബക്കറ്റിൽ നിന്ന് വെള്ളം മുകളിലേക്കാണ് വരുന്നത്, വലിക്കുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന ഡയറക്ഷനിലാണ്, അതായത് നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് ആ ഒരു ബക്കറ്റ് വരുന്നത്. റോപ്പ് ഇങ്ങനെയാണെങ്കിൽ ബക്കറ്റ് ഇങ്ങനെ പൊന്തി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ട് അതൊരു പോസിറ്റീവ് വർക്കാണ്. സെയിം ഡയറക്ഷനിലാണ് വർക്കും ഡിസ്പ്ലേസ്മെൻറ്റും. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് വർക്കാണ്. A man holds a heavy object weighing 50 kilogram perfectly still for an hour. Calculate the work done by him, which is 0. കാരണം
ഒരു മനുഷ്യൻ 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സാധനം പിടിച്ചു നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കണം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എഫ് ഡോട്ട് ഡി എന്ന് എടുക്കുമ്പോൾ അതിൽ ഡി എന്ന് പറയുന്നത് 0 ആണ്. അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സോ ഇക്വേഷനിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഡിഫൈൻ ഇലാസ്റ്റിക് കൊളീഷൻ. The collision which the momentum and kinetic energy of the system are conserved is called elastic collision. The collision which the momentum and kinetic energy of the system are conserved is called elastic collision. അതായത് ഒരു കൊളീഷൻ ആണ്. കൊളീഷനിൽ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കണം. അതായത് മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കണം. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. Next, define non-conservative force. If the work done depends on the path followed, it is said to be non-conservative. അതായത് ചെയ്തിട്ടുള്ള വർക്ക് നടന്ന അത് ഏതൊരു പാത്തിലൂടെയാണ് നടന്നെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. നെക്സ്റ്റ്, a light body and a heavy body have equal momentum. Which one has greater kinetic energy? അതായത് ഒരു ലൈറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവുള്ള ഒരു ബോഡിക്കും വെയിറ്റ് കൂടിയ ഒരു ബോഡിക്കും മൊമെന്റം എന്താണ്? ഈക്വൽ ആണ്. വിച്ച് വൺ ഹാസ് ദ ഗ്രേറ്റർ കൈനറ്റിക് എനർജി എന്നാണ് ചോദിക്കുന്നത്. ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m. ഇവിടെ എന്ത് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്? മൊമെന്റം സെയിം ആണ്. ഇത് രണ്ടിൻ്റെയും മൊമെന്റം എന്താണ്? സെയിം ആണ്. ഇത് രണ്ടും കൈനറ്റിക് എനർജിയും ഈ ഒരു മാസും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് കൈനറ്റിക് എനർജി കൂടുതലാണെങ്കിൽ മാസ് കുറയണം, കൈനറ്റിക് എനർജി കുറവാണെങ്കിൽ മാസ് കൂടണം. നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി എന്നാണ്. സോ കൈനറ്റിക് എനർജി കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാസ് കുറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റർ ബോഡിക്കാണ് ഇവിടെ കൈനറ്റിക് എനർജി കൂടുതൽ. സോ വിച്ച് വൺ ഹാസ് ഗ്രേറ്റസ്റ്റ് കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചാൽ ലൈറ്റർ ബോഡിക്കാണ്. ഡിഫൈൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. കൊളീഷൻ ഇൻ വിച്ച് momentum of the system is conserved and the kinetic energy is not conserved is called inelastic collision. അതായത് ഒരു കൊളീഷനിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്. അതായത് മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്.
പക്ഷേ കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല. അതായത് കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് നോട്ട് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോക്കസ് സ്റ്റഡി.